everyone, welcome back to our channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ക്യാബേജ് തോരൻ പോലത്തെ ഒരു പപ്പായ തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പപ്പായാണ് എടുത്തിട്ടുള്ളത്. അത് പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അധികം വിളഞ്ഞതൊന്നുമല്ല എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ തണ്ടിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അറ്റവും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇത് ചെറിയ പീസസ് ആക്കി ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 4 ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച കളറുള്ള ഭാഗമുണ്ട്, അത് മുഴുവനായിട്ടും തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പപ്പായ കട്ടായി പോകുന്നല്ലോ എന്നോർത്ത് നമ്മൾ ആ പച്ച കളറുള്ള ഭാഗം വയ്ക്കരുത്. അത് വയ്ക്കുകയാണെങ്കിൽ ചെറിയ കയ്പ്പ് വരും. അപ്പോൾ നമ്മുടെ തോരൻ ഒരു ടേസ്റ്റും ഇല്ലാതായി പോവും. അതുകൊണ്ടിട്ട് ആ ഒരു പച്ച ഭാഗം മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇതുപോലെ വൈറ്റ് കളറിൽ ആക്കിയെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുരണ്ടിയെടുക്കാം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേണമെങ്കിൽ വച്ചിട്ട് ഇങ്ങനെ ചുരണ്ടുക. അപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയൊരു പാത്രം എടുക്കുക, ബൗൾ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ചുരണ്ടി കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് സ്ക്രാപ്പായി കിട്ടും. അപ്പോൾ അതിൻ്റെ വലിയ തുളയുള്ള ഭാഗമുണ്ടല്ലോ, അതിലാണ് ഞാൻ സ്ക്രാപ്പ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതിലും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു 2-3 മിനിറ്റ്സിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ തോരനൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിലല്ലേ എല്ലാം ചേർത്ത് കൊടുക്കുക. പക്ഷെ പപ്പായയ്ക്ക് എപ്പോഴും നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. എത്ര ചേർത്ത് കൊടുത്താലും അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ ഒരു 5-6 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ എന്തായാലും കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ നല്ല മഞ്ഞ കളറിൽ നമുക്ക് തോരൻ കിട്ടും. മുളക് പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു ഓറഞ്ചിഷ് ആയിട്ടുള്ള കളറിലാണ് കിട്ടുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലർ ഈ ഒരു മിക്സിങ്ങിന് മുന്നേ തന്നെ കപ്പളങ്ങയിലെ അല്ലെങ്കിൽ പപ്പായയിലെ വെള്ളം മുഴുവനായിട്ട് പിഴിഞ്ഞ് കളയുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ശരിക്കും വൈറ്റമിൻസ് എല്ലാം ആണ് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് കളയുമ്പോൾ പോകുന്നത്. അല്ലാതെ തന്നെ കുഴയാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില. ഇതിൻ്റെ കറിവേപ്പിലയാണ് കേട്ടോ. പക്ഷെ മുരിങ്ങയിലയുടെ അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അത് വലുതാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു സവാള ഞാൻ വലുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വച്ചിരിക്കുകയാണ്. ഇനി ഞാനിത് ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു ചോപ്പിംഗ് ബോക്സ് വെച്ചിട്ടാണ്. ഇതൊരെണ്ണം വാങ്ങുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ സമയം ഉണ്ടാവില്ല. എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണിത്. ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അജ്മാനിൽ നെസ്റ്റോയിൽ നിന്നാണ്. 12 ദിർഹം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഇലക്ട്രിക് അല്ല, കൈകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കാണെങ്കിൽ ഇതാണ് യൂസ്ഫുള്ള്. കുട്ടികൾ ഉറങ്ങുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ അത് മിക്സർ ഗ്രൈൻഡർ പോലെയാണ് ഇലക്ട്രിക്കിൻ്റെ. അപ്പോൾ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് കുട്ടികൾ വേഗം എണീക്കും. സവാള ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഹോൾഡറിൽ പിടിച്ചിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കട്ടായി കിട്ടിക്കോളും. ഇലക്ട്രിക്കിൻ്റെ ആണെങ്കിൽ നല്ല എമൗണ്ടാണ്. അത് 40 ദിർഹംസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് കഴിയും. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സവാള കൂടി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എപ്പോഴും കുക്കിങ്ങിൽ ഒത്തിരി സമയം വേസ്റ്റ് ആവുന്നത് സവാള കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, പകുതി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ടാക്കിയതിന് ശേഷം ബാക്കി കൂടി ഇട്ട് ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡ് സ്റ്റക്കായി പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഫ്ലോറിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് കട്ടായിട്ടുണ്ട്. ഇനി ബാക്കി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആ ഒരു വലിപ്പം എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റും എത്ര ആയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ലതുപോലെ ഫൈനായിട്ട് ഇത് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്ക് മാറ്റി വെച്ചിട്ട് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് കഴുകണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ബ്ലേഡ് ഊരാൻ പറ്റും. ബ്ലേഡ് ഒന്ന് വാഷ് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നാട്ടിലാണെങ്കിലും ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്മയുടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്ക് നാടൻ വെളിച്ചെണ്ണ കിട്ടും. അതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്, അതുപോലെ നല്ല ക്രഞ്ചി ഫീൽ കിട്ടും. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ക്യാബേജ് തോരനിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. ഇനി കടുക് ഇട്ട് കൊടുത്തിരുന്നു. അത് പൊട്ടിയപ്പോൾ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലൊരു മണം വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൊരിയുമ്പോൾ ഒരു നല്ല മണം വരുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും വെളുത്തുള്ളി ഒന്നും വേവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഓരോന്നായിട്ട് തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷമാണ് ഞാനിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സവാളയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പപ്പായ ആദ്യം കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയെല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്ത് ഇത്രയും കുക്കാകുമ്പോൾ ആ ഒരു സമയം കിട്ടുമല്ലോ, ഒരു 10-15 മിനിറ്റ് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ടൈം കിട്ടും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പപ്പായയിൽ ചേർത്ത് കൊടുത്തതാണ്, എന്നാലും ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്തു, അല്ലെങ്കിൽ വെളുത്തിരിക്കും, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പപ്പായ തോരൻ കഴിക്കുമ്പോൾ നമുക്ക് ക്യാബേജ് തോരൻ കഴിക്കുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ മാത്രമാണ് നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഒരു ലുക്കിലേക്ക് വരും. അതിൻ്റെ വെള്ളമയം ഒന്നും പോവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് പിഴിഞ്ഞ് കളയേണ്ട, അതിൻ്റെ സത്തൊന്നും പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ വറ്റി വന്നോളും. അപ്പോൾ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ നടുക്കോട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ തോരൻ റെഡിയാവും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാത്രം വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല യെല്ലോയിഷ് കളറിലേക്ക് ഇത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തു മാറ്റാൻ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ തോരനാണ്. പപ്പായ തോരൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ഇഷ്ടംപോലെ പേരുണ്ട്. അവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ക്യുമിൻ സീഡിൻ്റെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് വറുത്തൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഒരു ഭാഗമുണ്ടല്ലോ കടുകൊക്കെ വറുക്കുന്ന സമയം, ആ സമയത്ത് ക്യുമിൻ സീഡ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചുവന്ന മുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നാളെ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായിട്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. Thanne.